അവലിട്ട കയറൊക്കെ നമുക്ക് കിടക്കണം. ഇനിയിപ്പോൾ ഇത് മുറിക്കണം. ഇത് മുറിക്കാൻ വന്ന മെയിനായിട്ട് ഇനിയിപ്പോൾ അടുത്തത് ഈ തേക്കിൻ്റെ പരിപാടിന്. അപ്പോൾ ആ തെങ്ങ് പോയതുകൊണ്ട് ഈ തേക്ക് മുറിക്കാൻ ഇത്തിരി സൗകര്യമായി. അപ്പോൾ തടി നേരം അങ്ങോട്ട് വിടാം. ഇപ്പോൾ കണ്ടില്ലേ നോക്കി അതിൻ്റെ കട ഇവിടെയാണ്. നമുക്ക് മരം വീഴാനുള്ള സ്പേസ് ഇതാണ്. ഇങ്ങനെ അങ്ങോട്ട് നീളത്തിൽ മുറിക്കുകയും ചെയ്യാം. മഴ തേക്ക് ഇതൊന്ന് കയർ മാറ്റി പിടിക്കും. ഇത്
ആണോ എല്ലാം പറഞ്ഞു നിങ്ങളെ ഇടുവാണ് അളവ് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി ഇറക്കിയേക്കാം. ഈ നാട് വിടണമെന്നത് നമ്മുടെ നാട്ടിൽ കുറേ സമാധാനം ഉണ്ട്. അത്ര ചൂടില്ല നമ്മളെ നാട്ടില്. ചൂടില്ലാണ്ടല്ല, നല്ല ചൂടിനൊരു വളർന്നു പോയിട്ട് അപ്പം അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങളിത് ചങ്ങനാശ്ശേരിയിൽ സാറിൻ്റെ അടുത്ത്. സാറിൻ്റെ പേരെന്താണ്? വിനയചന്ദ്രൻ എന്ന് പറഞ്ഞ് മറന്നു പോയതാണ് ഞാൻ. പിന്നെ അതാ ഇവിടുത്തെ വർക്ക് ചങ്ങനാശ്ശേരി വർക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കോൺടാക്ട് സേവ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ 2 തവണയായപ്പോൾ ഞങ്ങളിവിടെ വിളിച്ചും കയറ്റി. അന്ന് വന്ന് പിന്നെ ഈ തേക്ക് മുറിക്കാനായിട്ട് അത് പിന്നൊക്കെ മാറ്റിയതാണ്. അതായത് ഇപ്പോൾ നാശ്ശേരി പറഞ്ഞ് ഈ സമയത്ത് അത് മുറിക്കണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അത് മാറ്റി വെച്ച് പിന്നെ ഇപ്പോൾ വാവ് നോക്കിയിട്ട് കറുത്ത പക്ഷം നോക്കിയും കാട്ടിപ്പോൾ ഇന്നാണ് വന്ന് കയറ്റിപ്പോൾ ഇത് കട്ട് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഏകദേശം ഒരു 135 കിലോമീറ്റർ ഓട്ടമുണ്ട്. ഇവിടെ വന്ന് 2ാമത്തെ വർക്കാണ്. അപ്പോൾ എന്താണ് ഞങ്ങളെ വിളിക്കാൻ കാരണം എന്താണ് ഇത്രയും ദൂരം? നിങ്ങളെ വിളിക്കാൻ കാര്യം ഞാൻ വീഡിയോ കണ്ടുകൊണ്ട് വിളിച്ചിട്ട് എനിക്ക് ഇവിടെ ഉള്ളവരുടെ വെട്ടിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിക്കാൻ തന്നെ കാര്യം. ഇവിടെ വരുന്നവർ മദ്യപിച്ചല്ലാതെ ഒരു മരം വെട്ടുകാരനും വരാറില്ല. അങ്ങനെയല്ല ഉണ്ടാവും എന്തായാലും ഒരുപാട് ആളുകൾ നല്ല രീതിയിൽ നമുക്കത് അറിയാം. ലോക്കലിലുള്ളവരൊക്കെ വേണ്ട കൊടുക്കാൻ അവരെല്ലാം വരുന്നത് ഇങ്ങനെയാണ്. നമുക്ക് ഇതിനു മുമ്പ് ആ പെരപ്പുറത്ത് ഇതുപോലത്തെ ഒരു ചുമ്മാ നിന്നതൊക്കെ പെരപ്പുറത്ത് വെട്ടിയിട്ട് ഞാൻ ബാങ്കിലായിരുന്നു ആ സമയത്ത്.
അല്ലപ്പ അപ്പൊ അതാണ് ഇതിപ്പോ ഇവിടെ പണിയുന്നവര് ഇപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് കുറെ ആളുകൾ പറയുന്നത് കേൾക്കണാണ്. നീ സേഫ്റ്റി നോക്കുന്നത് സേഫ്റ്റിയാണ് കാരണം അത് ഞാൻ പലപ്പോഴും പറയുന്നത് സേഫ്റ്റിയുടെ ഒരു പരിപാടിക്ക് പോകുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നതാണ് നമ്മൾ ഈ സേഫ്റ്റി ഉപയോഗിക്കുമ്പോഴുള്ള വ്യത്യാസം തന്നെ. ഇപ്പോൾ സാറിപ്പോൾ ഒരു വർക്കിന് വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ വർക്ക് കഴിയുന്നവരെ സാറിന് അതൊരു ടെൻഷനാണ്. ഇത് നമ്മൾ സേഫ്റ്റി ഒക്കെ ആയിട്ട് നമുക്ക് കയറണമെന്നുണ്ടെങ്കിൽ അത് അത്രയും കുറയും. ഞാൻ മെയിൻ കാര്യം നിങ്ങളുടെ സേഫ്റ്റിയും ചെയ്യുന്ന വിധവും കണ്ടിട്ട് മാത്രം ഞാൻ വിളിച്ചത്. ഭയങ്കര ഉപകാരമാണ് സേഫ്റ്റി ഉപയോഗിച്ചുള്ള മാറ്റം എന്ന് പറയുന്നത്. നമുക്ക് നല്ല വ്യത്യാസം തന്നെ നമുക്ക് ശരീരത്തിനുണ്ട്. പിന്നെ മൈൻഡ് ഫ്രീ ആയിട്ട് നമുക്ക് നിൽക്കാം, രണ്ട് കൈയിട്ട് വർക്ക് ചെയ്യുക, അതേമാതിരി സ്പീഡായിട്ട് വർക്ക് നടക്കും. ടെൻഷൻ പോയാൽ തന്നെ ശരി സെറ്റാണല്ലോ. അത് തന്നെ സംഭവം. അത് ഉപയോഗിച്ചു കഴിഞ്ഞാലേ അറിയുള്ളൂ. ഇത് കുറേ ഉപയോഗിക്കാണ്ടാണ് ആളുകൾക്ക് ഇതിനെ കുറിച്ച് അവർ ഉപയോഗിക്കാത്തവരുടെ ടെൻഷൻ എന്ന് പറയുന്നത് ഇത് എന്തായിരിക്കും, ഇത് ഉപയോഗിക്കുന്ന ഈ കഷ്ടപ്പാട്, അല്ലെങ്കിൽ ഇതെങ്ങാനും വിട്ടുപോയാലോ നമുക്ക് ചിന്തിക്കണേ. മറ്റത് വെറുതെ ഒരു കയ്യിൽ കയറും പിടിച്ച് നിൽക്കുന്നതാണ് കൂടി ടെൻഷൻ. ഇല്ലില്ല, നല്ല മരമാണ്. അതിപ്പോൾ ഇനിയിപ്പോൾ മരത്തിനെ കുറിച്ച് പറയുന്നത് നല്ല അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത മരമാണ്. ഇതിനൊരു കടക്കഷ്ണത്തിന് ഒരു ഷേപ്പ് ഇല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള പീസൊക്കെ നല്ല വൃത്തിയുള്ളൂ. ഓവർ വണ്ണല്ല, എന്നാൽ ഓവർ മുറിക്കാനും വലിയ ബുദ്ധിമുട്ടുള്ളതായിരുന്നില്ല. ചെറിയ ഒരുപാട് കൊമ്പുകൾ ഇറക്കി നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്കത് അധികം വേണ്ടില്ല, ചെറിയ ചെറിയ കൊമ്പിറക്കുന്നതാണ്. അപ്പോൾ പിന്നെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഈ ഒരു ബുദ്ധിമുട്ടായിരുന്നു തോന്നിയായിരുന്നു ഈ തെങ്ങ് മാത്രമാണ്. ഇവിടെ ഉണ്ടായിരുന്നൊരു തെങ്ങ് ചാഞ്ഞ് പെരപ്പുറത്ത് നിന്നിരുന്ന മാത്രമാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് കാണാത്തവരൊന്നും കയറി കണ്ടോ. അത് മൊത്തത്തിൽ നമുക്ക് കയറുമ്പോൾ കൂടെ കറക്കി അങ്ങോട്ട് ഇറക്കിയതാണ്. അതെ, അടിപൊളി പരിപാടിയാണ്. അപ്പോൾ ഓക്കെ. അപ്പോൾ എന്തായാലും ഞങ്ങളിപ്പോൾ പോട്ടെ. അടുത്ത ഞങ്ങൾക്ക് കഞ്ഞിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, അതൊക്കെ കുടിച്ചിട്ട് വേണം പോകണമെങ്കിൽ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.